നമസ്കാരം. KS മെന്റെ ടോപ്പിക് ഡിസ്കഷൻ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. സാധാരണ ഡിഗ്രി ലെവൽ PSC എക്സാംസ് മുതൽ UPSC എക്സാംസ് വരെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ടോപ്പിക്കാണ്. ദാറ്റ് ഈസ് എക്കണോമിക് ഇഫക്ട്സ് ഓഫ് ബ്രിട്ടീഷ് കൊളോണിയലിസം. ഈ ഒരു ടോപ്പിക്കിലേക്ക് ഡയറക്റ്റ് ആയിട്ട് കിടക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് 17ാം നൂറ്റാണ്ടിലെ ഇന്ത്യയുടെ കണ്ടീഷൻ ഒന്ന് വിലയിരുത്താം. മുഗൾ എംപയറിന്റെ ഡിക്ലൈനും അതുപോലെ തന്നെ യൂറോപ്യന്മാരുടെ അറൈവലും ഒരുപോലെ കാണാൻ സാധിക്കുന്ന ഒരു നൂറ്റാണ്ടായിരുന്നു 17ാം നൂറ്റാണ്ട്. ആ ഒരു കാലഘട്ടത്തെ ഇന്ത്യൻ എക്കണോമി നോക്കുകയാണെങ്കിൽ ലോകത്തിലെ ഇൻഡസ്ട്രിയൽ ഗുഡ്സ് പ്രൊഡക്ഷനിൽ മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരുന്നു ഇന്ത്യ. കോട്ടൺ, സിൽക്ക് ഫാബ്രിക്സ്, സ്പൈസസ്, ഇൻഡിഗോ, ഷുഗർ, ഡ്രഗ്സ്, പ്രഷ്യസ് സ്റ്റോൺസ് പോലുള്ളവയെല്ലാം തന്നെ ഇന്ത്യയിൽ നിന്നും എക്സ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഗോൾഡും സിൽവറും ഇന്ത്യയിലേക്ക് കുമിഞ്ഞുകൂടിയിരുന്നു. അറേബ്യ മുതൽ ചൈന വരെയും ഈസ്റ്റേൺ കോസ്റ്റ് ഓഫ് ആഫ്രിക്കയിലും മറ്റു പല സ്ഥലങ്ങളിലും ഇന്ത്യക്ക് കൊമേഴ്ഷ്യൽ റിലേഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ 17ാം നൂറ്റാണ്ടിന്റെ ലേറ്റർ ഹാഫ് മുതൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ഫോറിൻ ട്രേഡ് ഡിക്ലൈൻ ആവുന്നതായിട്ട് കാണാൻ സാധിക്കും. അതിന്റെ മേജർ റീസൺ യൂറോപ്യന്മാരുടെ അറൈവൽ തന്നെയാണ്. കാരണം ഇന്ത്യയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ യൂറോപ്യന്മാരുടെ നേവൽ ഫോഴ്സസ് ആൻഡ് ഷിപ്പിംഗ് ഇൻഡസ്ട്രി വളരെ ഡെവലപ്ഡ് ആയിരുന്നു. ആ ഒരു ഡെവലപ്മെന്റ് ഇന്ത്യൻ ഷിപ്പിംഗ് ഇൻഡസ്ട്രിയെയും ബാധിച്ചു. പണ്ടുണ്ടായിരുന്ന ഫോറിൻ മാർക്കറ്റുകളെല്ലാം ഇന്ത്യക്ക് നഷ്ടപ്പെട്ടു. കൂടാതെ ഇന്ത്യക്കുള്ളിലെ നാട്ടുരാജ്യങ്ങളുടെ ഇടയിൽ നടന്ന പല രീതിയിലുള്ള ബാറ്റിൽസ്, യുദ്ധങ്ങൾ, ഇവയെല്ലാം ആ ഒരു ഏരിയയിലെ പീസ് അല്ലെങ്കിൽ സമാധാനത്തെ നശിപ്പിച്ചു. ഇതൊക്കെയാണെങ്കിലും ഇന്ത്യയുടെ ബാലൻസ് ഓഫ് ട്രേഡ് നോക്കുകയാണെങ്കിൽ അപ്പോഴും ഇന്ത്യക്ക് ഫേവർ ആയിരുന്നു. കാരണം അഗ്രികൾച്ചറൽ, ഹാൻഡിക്രാഫ്റ്റ്സ്, ഇൻഡസ്ട്രിയൽ ഗുഡ്സ് എല്ലാം തന്നെ അപ്പോഴും ഇന്ത്യയിൽ നിന്നും എക്സ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിന്റെ തോത് കുറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ബ്രിട്ടീഷുകാരുടെ ഡോമിനൻസ് ഈ ഒരു കണ്ടീഷനെ ഓൾട്ടർ ചെയ്തു. അവർ ബംഗാളിൽ നടത്തിയ 2 മേജർ യുദ്ധങ്ങളായിരുന്നു ബാറ്റിൽസ് ഓഫ് പ്ലാസി ആൻഡ് ബക്സാർ. ഈ 2 യുദ്ധങ്ങളിലും അപ്പർ ഹാൻഡ് ബ്രിട്ടീഷുകാർക്കായിരുന്നു. അങ്ങനെ സർപ്ലസും സെൽഫ് സഫിഷ്യന്റുമായിരുന്ന ഇന്ത്യൻ എക്കണോമി പതുക്കെ കൊളോണിയൽ എക്കണോമിയിലേക്ക് മാറുകയാണ്. വാട്ട് ഇമ്പാക്ട് ഡിഡ് ബ്രിട്ടീഷ് കൊളോണിയലിസം ഹാവ് ഓൺ ഇന്ത്യൻ എക്കണോമി? എങ്ങനെയാണ് ഇന്ത്യൻ എക്കണോമി ഒരു കൊളോണിയൽ എക്കണോമി ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യപ്പെട്ടത് എന്നതാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ബ്രിട്ടീഷ് കൊളോണിയൽ എക്സ്പ്ലോയിറ്റേഷൻ 3 ഫേസസ് ആയിട്ടാണ് കണ്ടക്ട് ചെയ്തിരുന്നത്. ആദ്യത്തെ ഫേസ് അഥവാ 1757 മുതൽ 1813 വരെയുള്ള കാലഘട്ടം, അതിനെ മെർക്കന്റിലിസ്റ്റ് ഫേസ് എന്നറിയപ്പെടും. രണ്ടാമത്തെ ഫേസ് അതായത് 1813 മുതൽ 58 വരെയുള്ള കാലഘട്ടം, അതിനെ ഫ്രീ ട്രേഡ് ഫേസ് എന്നറിയപ്പെടും. മൂന്നാമത്തെ ഫേസ് ആണ് 1858 മുതൽ 1947 വരെയുള്ള ഫേസ്, ദാറ്റ് ഇസ് നോൺ ആസ് ഫിനാൻസ് ഇംപീരിയലിസം. ഈ 3 ഫേസസിലുമായിട്ട് പല രീതിയിലുള്ള എക്കണോമിക് പോളിസീസും അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് എല്ലാം തന്നെ ബ്രിട്ടീഷുകാർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. അത് എങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. ഓരോ ഫേസിന്റെയും ഡിസ്ക്രിപ്ഷനിലേക്ക് കടക്കാം. ആദ്യത്തെ ഫേസ് അതായത് 1757 മുതൽ 1813 വരെയുള്ള കാലഘട്ടം. ദിസ് ഫേസ് ഇസ് നോൺ ആസ് മെർക്കന്റിലിസ്റ്റ് ഫേസ്. കാരണം ഈ ഒരു ഫേസിൽ നമുക്ക് ബ്രിട്ടീഷുകാരുടെ ഡയറക്റ്റ് പ്ലണ്ടറിംഗ് കാണാൻ സാധിക്കും. നമുക്കറിയാം ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നത് 17ാം നൂറ്റാണ്ടിലാണ്. ഒരു മിയർ ട്രേഡിംഗ് കമ്പനി ആയിട്ടാണ് ഇന്ത്യയിലേക്ക് വരുന്നത്. പിന്നീട് പതുക്കെ ദസ്തക്, ഫാർമൻ പോലുള്ള പെർമിറ്റുകൾ മേടിച്ചുകൊണ്ട് അവർ പല സ്ഥലങ്ങളിലായിട്ട് പല രീതിയിലുള്ള ഫാക്ടറികൾ നിർമ്മിച്ചു. ബാറ്റിൽ ഓഫ് ബക്സാറിന് ശേഷം നടന്ന ട്രീറ്റി ഓഫ് അലഹാബാദ് വഴി ബംഗാൾ, ബീഹാർ, ഒറീസ റീജിയൻസിന്റെ ദിവാനി റൈറ്റ് അഥവാ റവന്യൂ കളക്ഷൻ റൈറ്റും ഇവർ സ്വന്തമാക്കുകയാണ്. അങ്ങനെയാണ് ഫസ്റ്റ് ഫേസ് ഓഫ് കൊളോണിയലിസം സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്നത്തെ കാലത്ത് സ്പൈസസ്, കോട്ടൺ, സിൽക്ക് എല്ലാം തന്നെ ഇന്ത്യയിൽ നിന്നും ഇവർ ബ്രിട്ടനിലേക്ക് കടത്തുമായിരുന്നു. ഈ എക്സ്പോർട്ട് ചെയ്യപ്പെടുന്ന ഐറ്റംസ് ഹ്യൂജ് പ്രോഫിറ്റിൽ അവിടെയുള്ള മാർക്കറ്റുകളിൽ ഇവർ വിൽക്കുമായിരുന്നു. ഇതായിരുന്നു അന്നത്തെ കമ്പനിയുടെ പ്രൈമറി ഫംഗ്ഷൻ. അങ്ങനെ ഇന്ത്യയിൽ നിന്ന് ഒരു ലാർജ് ബുള്ളിയൻ ഓഫ് ഔട്ട്ഫ്ലോ നമുക്ക് കാണാൻ സാധിക്കും. ഇത് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ടുള്ള ബ്രിട്ടീഷ് ഗുഡ്സ് ഒന്നും അന്ന് ബ്രിട്ടനിൽ ഇല്ലായിരുന്നു. സോ എങ്ങനെയെങ്കിലും കോളനികളിൽ നിന്നും റവന്യൂ മാക്സിമൈസ് ചെയ്യാനായിട്ട് ഇവർ തീരുമാനിക്കുകയാണ്. അന്നത്തെ കാലത്ത് അഗ്രികൾച്ചറൽ ടാക്സേഷൻ ആയിരുന്നു ഒരു മേജർ സോഴ്സ് ഓഫ് ഇൻകം. സോ അതിന്റെ ഭാഗമായിട്ട് ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ പല രീതിയിലുള്ള ലാൻഡ് റവന്യൂ എക്സ്പെരിമെന്റ്സും ഇന്ത്യയിൽ കണ്ടക്ട് ചെയ്യാൻ തീരുമാനിച്ചു. ആദ്യമായിട്ട് അങ്ങനെ ഒരു ലാൻഡ് റവന്യൂ പോളിസി കൊണ്ടുവരുന്നത് വാരൻ ഹേസ്റ്റിംഗ്സ് ആണ്. 1772 ഇസറേദാരി സിസ്റ്റം അഥവാ ക്വിൻക്വിനിയൽ സെറ്റിൽമെന്റ് എന്ന പേരിലാണ് ആ ഒരു റവന്യൂ സിസ്റ്റം അറിയപ്പെടുന്നത്.
ഇവിടെ ഒരു പെർട്ടിക്കുലർ ഏരിയയിലെ റവന്യൂ കളക്ഷൻ റൈറ്റ് ഓപ്ഷൻ ചെയ്യപ്പെടും. ഹയസ്റ്റ് ബിഡറിനായിരിക്കും ആ ഒരു റവന്യൂ കളക്ഷൻ റൈറ്റ് ലഭിക്കുക. പക്ഷേ ഈ സിസ്റ്റം അത്ര സക്സസ് ഒന്നും അല്ലായിരുന്നു. കമ്പനിക്ക് എപ്പോഴും ഹൈ റവന്യൂ ആയിരുന്നു വേണ്ടിയിരുന്നത്. ഇത്തരത്തിലുള്ള ഹൈ റവന്യൂ ഡിമാൻഡും അതുപോലെ തന്നെ റവന്യൂ കളക്ടേഴ്സിന് അവർ ഉദ്ദേശിച്ച രീതിയിലുള്ള പ്രോഫിറ്റും കളക്ട് ചെയ്യാൻ സാധിച്ചില്ല. ഈ കാരണങ്ങളാൽ ഈ സിസ്റ്റം പരാജയപ്പെട്ടു. അതിനുശേഷം 1793 ലോർഡ് കോൺവാലിസ് കൊണ്ടുവന്ന മറ്റൊരു റവന്യൂ സെറ്റിൽമെന്റ് സിസ്റ്റം ആയിരുന്നു പെർമനന്റ് സെറ്റിൽമെന്റ് സിസ്റ്റം അഥവാ ജമീന്ദാരി സിസ്റ്റം. ഇവിടെ ജമീന്ദാസ് വെയർ കൺസിഡർഡ് ആസ് ദി ഓണേഴ്സ് ഓഫ് ലാൻഡ്. ഇതിനെ പെർമനന്റ് സെറ്റിൽമെന്റ് എന്ന് വിളിക്കാൻ കാരണം ദ ലാൻഡ് റവന്യൂ വാസ് പെർമനന്റ്ലി ഫിക്സ്ഡ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ആ ഒരു ഫിക്സഡ് റവന്യൂ ജമീന്ദാസിന് പേ ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അവരിൽ നിന്നും ആ ലാൻഡ് ഏരിയ ബ്രിട്ടീഷുകാർ തിരിച്ചെടുക്കും. ഈ ഒരു സിസ്റ്റം കൂടുതലും ഈസ്റ്റ് ഇന്ത്യ റീജിയൻസിലായിരുന്നു കൊണ്ടുവന്നിരുന്നത്. ഇവിടെ ജമീന്ദാസ് ബ്രിട്ടീഷുകാർക്കും പെസൻസിനും ഇടയിലുള്ള ഒരു ഇന്റർമീഡിയറിയെ ആക്ട് ചെയ്തു. പെസൻസിൽ നിന്നും റവന്യൂ കളക്ട് ചെയ്ത് ബ്രിട്ടീഷുകാർക്ക് നൽകുന്ന ജോലി ജമീന്ദാസിന്റെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ജമീന്ദാസ് പെസൻസിനെ പല രീതിയിലും എക്സ്പ്ലോയിറ്റ് ചെയ്തിരുന്നു ഫോർ ഹയർ റവന്യൂ കളക്ഷൻ. അന്നത്തെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ 19% ലാൻഡ് ഏരിയ പെർമനന്റ് സെറ്റിൽമെന്റ് സിസ്റ്റത്തിന്റെ അണ്ടറിലായിരുന്നു. 1790കളിൽ മദ്രാസിലും 1820കളിൽ മറ്റു റീജിയൻസിലുമായിട്ട് കൊണ്ടുവന്ന മറ്റൊരു സിസ്റ്റമാണ് റൈറ്റ് വാരി സിസ്റ്റം. തോമസ് മൺറോ ആൻഡ് റീഡ് എന്ന് പറയുന്ന 2 വ്യക്തികളാണ് ഈ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ഒരു സിസ്റ്റത്തിന്റെ പ്രത്യേകത, ഇവിടെ പെസൻസ് വെയർ റെക്കഗ്നൈസ്ഡ് ആസ് ദി ലാൻഡ് ഓണേഴ്സ്. കൂടുതലും സൗത്ത് ഇന്ത്യ, സെൻട്രൽ ഇന്ത്യ, ഡെക്കാൻ റീജിയൻസിലായിരുന്നു ഈ സിസ്റ്റം നിലവിലുണ്ടായിരുന്നത്. ഇവിടെ ടാക്സ് റേറ്റ് വളരെ കൂടുതലായിരുന്നു കമ്പയർഡ് ടു പെർമനന്റ് സിസ്റ്റം. അതുപോലെ തന്നെ പലപ്പോഴായിട്ട് ഈ ടാക്സ് റേറ്റ് കൂട്ടാനും അവർ ശ്രമിച്ചിരുന്നു. പെസൻസ് ആയിരുന്നു ലാൻഡ് ഓണേഴ്സ്. പെസൻസ് നിന്ന് ഡയറക്റ്റ് ആയിട്ട് ലാൻഡ് റവന്യൂ കളക്ട് ചെയ്തിരുന്നു. പെർമനന്റ് സെറ്റിൽമെന്റ് സിസ്റ്റമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ലെക്സ് എക്സ്പ്ലോയിറ്റേഷൻ നമുക്കിവിടെ കാണാൻ സാധിക്കും. പക്ഷേ എന്നിരുന്നാലും ലാൻഡ് അസസ്മെന്റ് ഫോൾട്ടി ആയിരുന്നു. അത് തന്നെയായിരുന്നു റൈറ്റ് വാരി സിസ്റ്റത്തിന്റെ മേജർ ഡിസഡ്വാൻറ്റേജസ്. ഇതുപോലെ തന്നെ നോർത്ത് ഇന്ത്യയിലും നോർത്ത് വെസ്റ്റ് ഫ്രണ്ടിയർ റീജിയൻസിലെല്ലാം തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്ന മറ്റൊരു സിസ്റ്റം ആയിരുന്നു മഹൽവാരി സിസ്റ്റം. ഇതിനെ മോഡിഫൈഡ് ജമീന്ദാരി സിസ്റ്റം എന്നും പറയപ്പെടുന്നു. 1820കളിലും 30കളിലുമാണ് ഇത് കൂടുതലായിട്ട് എക്സ്പാൻഷൻ നടത്തുന്നുണ്ടെങ്കിലും 1813 മുൻപ് തന്നെ ഈ ഒരു സിസ്റ്റം കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. അതുകൊണ്ട് ഈ ഒരു സിസ്റ്റത്തിനെ നമുക്ക് ഫസ്റ്റ് ഫേസിൽ തന്നെ ഉൾപ്പെടുത്താൻ സാധിക്കും. മഹൽവാരി സിസ്റ്റത്തിന്റെ പ്രത്യേകത, ഇവിടെ ലാൻഡിനെ പല മഹൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുമായിരുന്നു. മഹൽസ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഓഫ് വില്ലേജസ് ആയിരുന്നു. ഇവിടെയും ലാൻഡ് ഓണർഷിപ്പ് പെസൻസിന് തന്നെയായിരുന്നു. പക്ഷേ റവന്യൂ കളക്ട് ചെയ്യപ്പെടുന്നത് വില്ലേജ് ഹെഡ്മാൻ ആയിരുന്നു. താലൂക്ക് ദാസ്, ലംബാർദാർ എന്നൊക്കെ പറയുന്ന വില്ലേജ് ഹെഡ്മാൻ ഓർ വില്ലേജ് ലീഡേഴ്സ് ആയിരുന്നു റവന്യൂ കളക്ട് ചെയ്തിരുന്നത്. പക്ഷെ എന്നിരുന്നാലും ലാൻഡ് ഓണർഷിപ്പ് പെസൻസിനായിരുന്നു. ഇത്തരം ലാൻഡ് റവന്യൂ പോളിസീസ് ഇന്ത്യയുടെ അഗ്രികൾച്ചർ സിസ്റ്റത്തിനെ തന്നെ മാറ്റിമറിച്ചു. പെസൻസ് എല്ലാം സാധാരണ ടെനൻസ് ആയി മാറി. ലാൻഡ് ലോഡ്സും ജമീന്ദാസ് എല്ലാം തന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്ലാസ് ആയിട്ട് മാറി. ഇന്ത്യയിൽ നിന്നും എസ്പെഷ്യലി ബംഗാളിൽ നിന്നും ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് വെൽത്ത് ഇൻക്ലൂഡിംഗ് ഇല്ലീഗൽ ഇൻകംസ് ഓഫ് കമ്പനി ഒഫീഷ്യൽസ് ബ്രിട്ടനിലേക്ക് കടത്തപ്പെട്ടു. ഈ വെൽത്ത് എല്ലാം അവർ പിന്നീട് ബ്രിട്ടനിലെ ഇൻഡസ്ട്രിയൽ റെവല്യൂഷനിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുണ്ടായത്. പക്ഷെ അതുകൊണ്ടൊന്നും തന്നെ കമ്പനിയുടെ റവന്യൂ ഗ്രീഡ് ശമിച്ചിട്ടില്ലായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് വീണ്ടും പല റീജിയൻസും ഇവർ കോൺക്വർ ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. ഇന്ത്യയിൽ ടെറിട്ടോറിയൽ എക്സ്പാൻഷന് വേണ്ടിയിട്ട് ഇവർ അഗ്രസീവ് പോളിസീസ് വരെ കൈക്കൊണ്ടു. രണ്ടാമത്തെ ഫേസ് ആയിട്ട് അറിയപ്പെടുന്നത് 1813 മുതൽ 58 വരെയുള്ള കാലഘട്ടമാണ്. ദാറ്റ് ഈസ് നോൺ ആസ് ഫ്രീ ട്രേഡ് ഫേസ്. 1770കളിലെ അമേരിക്കൻ റെവല്യൂഷനും പിന്നീട് വന്ന ഫ്രാൻസിലെ നെപ്പോളിയന്റെ എമർജൻസും എല്ലാം ബ്രിട്ടീഷുകാർക്ക് കനത്ത തിരിച്ചടിയായിരുന്നു. ഇതിന്റെ ഭാഗമായി ബ്രിട്ടന് പല കോളനികൾ നഷ്ടപ്പെട്ടു. പക്ഷേ ഇന്ത്യയെ നഷ്ടപ്പെടുത്താൻ അവർ തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പല രീതിയിലും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ റെഗുലേറ്റ് ചെയ്യാനായിട്ട് ഗവൺമെന്റ് തീരുമാനിക്കുകയാണ്. ഈ കാലഘട്ടത്തിലാണ് ആഡം സ്മിത്തിന്റെ വെൽത്ത് ഓഫ് നേഷൻസ് എന്ന പുസ്തകം ഇറങ്ങുന്നതും അതിൽ ഏറ്റവും കൂടുതൽ എംഫസൈസ് ചെയ്തിരുന്ന ഒരു കോൺസെപ്റ്റ് ആയിരുന്നു ലൈസി-ഫെയർ തിയറി അഥവാ ഫ്രീ ട്രേഡ് തിയറി. അതുകൊണ്ട് തന്നെ 1813 ചാർട്ടർ ആക്ട് കൊണ്ടുവന്നപ്പോൾ കമ്പനിയെ തന്നെ റെസ്ട്രിക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള പല റിഫോംസും അതിൽ നമുക്ക് കാണാൻ സാധിച്ചു. ആ ഒരു ആക്ട് വഴി കമ്പനിക്ക് ഇന്ത്യയിലുള്ള മോണോപോളി ട്രേഡിംഗ് റൈറ്റ് നഷ്ടപ്പെട്ടു, എക്സെപ്റ്റ് 2 കാര്യങ്ങൾ. ഒന്ന് ട്രേഡ് വിത്ത് ചൈന, 2 ട്രേഡ് ഇൻ ടീ പ്രോഡക്ട്സ്. ബാക്കിയുള്ള എല്ലാ ട്രേഡിംഗ് റൈറ്റും
കമ്പനിക്ക് നഷ്ടപ്പെട്ടു. ഈ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് ബ്രിട്ടനിൽ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ നടക്കുന്നത്. ഇന്ത്യയിൽ നിന്നും പല രീതിയിലുള്ള റോ മെറ്റീരിയൽസും ബ്രിട്ടനിലേക്ക് കടത്തപ്പെട്ടു. ഇൻ റിട്ടേൺ ബ്രിട്ടനിൽ നിന്നുള്ള ഇൻഡസ്ട്രിയലി മാനുഫാക്ചേർഡ് ഗുഡ്സ് ഇന്ത്യയിലേക്കും വന്നു തുടങ്ങി. എന്ന് പറഞ്ഞാൽ ഇന്ത്യ വാസ് കൺവേർട്ടഡ് ഇൻ എ ഫ്രീ മാർക്കറ്റ് ഫോർ ദ ഇമ്പോർട്ട് ഓഫ് ഇൻഡസ്ട്രിയലി മാനുഫാക്ചേർഡ് ബ്രിട്ടീഷ് ഗുഡ്സ്. ബ്രിട്ടനിലേക്ക് കടത്താനുള്ള സോഴ്സ് ഓഫ് റോ മെറ്റീരിയൽസ് ആയിട്ട് മാത്രമേ ഇന്ത്യയെ ബ്രിട്ടൻ അന്ന് കണ്ടിരുന്നുള്ളൂ. അതുപോലെ ഈ ഫേസിൽ തന്നെയായിരുന്നു കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ത്യയിൽ നിന്നും പല രീതിയിലുള്ള റോ മെറ്റീരിയൽസും ഫുഡ് ഗ്രെയിൻസും എല്ലാം ബ്രിട്ടനിലേക്ക് എക്സ്പോർട്ട് ചെയ്യപ്പെട്ടു. അങ്ങനെ ഇന്ത്യയിൽ വലിയൊരു ഫാമിൻ കണ്ടീഷൻ തന്നെ ഉണ്ടായി. ചാർട്ടർ ആക്ട് ഓഫ് 1833 ആയപ്പോഴേക്കും കമ്പനിയെ മുഴുവനുമായി റെസ്ട്രിക്റ്റ് ചെയ്യാനായിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് തീരുമാനിച്ചു. 1813 കമ്പനിക്ക് റീറ്റെയിൻ ചെയ്ത് നൽകിയ 2 ട്രേഡ് റൈറ്റ്സ് കൂടി 1833 ആയപ്പോഴേക്കും കമ്പനിക്ക് നഷ്ടപ്പെട്ടു. കമ്പനിയുടെ എല്ലാ കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസും ബാൻ ചെയ്യപ്പെട്ടു. അങ്ങനെ കമ്പനി ഒരു മിയർ അഡ്മിനിസ്ട്രേറ്റീവ് ബോഡി ആയിട്ട് മാറി. 1853 ലോർഡ് ഡൽഹൌസി റെയിൽവേ കൺസ്ട്രക്ഷൻ ആരംഭിക്കുന്നത്. റെയിൽവേ നെറ്റ്വർക്കിന്റെ വരവോടുകൂടി ഈ പറയുന്ന എക്സ്പ്ലോയിറ്റേഷൻ വീണ്ടും വർദ്ധിച്ചു. കാരണം റെയിൽവേ നെറ്റ്വർക്കുകൾ ഇന്ത്യയുടെ റൂറൽ ഏരിയാസിലും അതുപോലെ തന്നെ ഇന്റീരിയർ മാർക്കറ്റിലേക്ക് കൂടി ബ്രിട്ടീഷുകാരെ പെനട്രേറ്റ് ചെയ്യിപ്പിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്തു. റെയിൽവേ മാനുഫാക്ചറിങ്ങിന് ആവശ്യമായിട്ടുള്ള മെഷീനറീസും റെയിൽവേ ലൈൻസ്, കോൾ എല്ലാം തന്നെ ബ്രിട്ടനിൽ നിന്നും ഇമ്പോർട്ട് ചെയ്യപ്പെട്ടു. അതുപോലെ ചീപ്പായിട്ടുള്ള മെഷീൻ മെയ്ഡ് ഗുഡ്സ് വരെ ഇന്ത്യയിലേക്ക് വന്നു തുടങ്ങി. ദിസ് ഡിസ്ട്രക്റ്റീവ് പ്രോസസ് ലെഡ് ടു ഡി ഇൻഡസ്ട്രിയലൈസേഷൻ ഇൻ ഇന്ത്യ. ഈ ഒരു കോൺസിക്വൻസസ് എല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നത് ഫ്രീ ട്രേഡ് ഫേസിലാണ്. ദാറ്റ് ഈസ് ഫ്രം 1813 മുതൽ 1858 വരെയുള്ള കാലഘട്ടം. 1858 വരെയുള്ള എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ അല്ലായിരുന്നു അതിനുശേഷം നമുക്ക് കാണാൻ സാധിക്കുന്നത്. 1860 ശേഷം ഇറ്റ് വാസ് നോൺ ആസ് ഫിനാൻസ് ഇംപീരിയലിസം. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858 ശേഷം കമ്പനിയുടെ അണ്ടറിലുണ്ടായിരുന്ന ടെറിട്ടറീസ് എല്ലാം തന്നെ ഇപ്പോൾ ബ്രിട്ടീഷ് ക്രൗണിന്റെ ഡയറക്റ്റ് അണ്ടറിലേക്ക് വരികയാണ്. ബ്രിട്ടീഷ് ക്യാപിറ്റൽ റെയിൽവേസിലും ജൂട്ട് ഇൻഡസ്ട്രി, ടീ പ്ലാന്റേഷൻ, മൈനിങ് പോലുള്ള എല്ലാ ആക്ടിവിറ്റീസിലേക്കും ഇൻവെസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തു. ഇന്ത്യൻ മണി മാർക്കറ്റ് വാസ് ഡോമിനേറ്റഡ് ബൈ യൂറോപ്യൻ ബാങ്ക്സ്. ഇന്ത്യയുടെ മണി മാർക്കറ്റ് തന്നെ മുഴുവനായിട്ട് ഓർഗനൈസ് ചെയ്തിരുന്നത് ബ്രിട്ടീഷ് ബാങ്കുകളും എക്സ്പോർട്ട് ഇമ്പോർട്ട് ഫേംസും മാനേജിംഗ് ഏജൻസീസ് ഒക്കെ ആയിരുന്നു. ഫസ്റ്റ് വേൾഡ് വാറിന് മുമ്പുള്ള കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ഏകദേശം 75% ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലുകളും മാനേജ് ചെയ്തിരുന്നതും കൺട്രോൾ ചെയ്തിരുന്നതും ബ്രിട്ടീഷ് മാനേജിംഗ് ഏജൻസീസ് ആയിരുന്നു. ഇത്തരം ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റുകളും ഇവർ ബ്രിട്ടനിലേക്ക് കടത്തി. പക്ഷെ എന്നിരുന്നാലും ചില സമയങ്ങളിൽ ബ്രിട്ടീഷുകാർക്ക് ചില എക്കണോമിക് സ്ട്രെസ്സുകളും എക്സ്പീരിയൻസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ ഒരു സിറ്റുവേഷൻ ഏറ്റവും കൂടുതൽ യൂട്ടിലൈസ് ചെയ്തിരുന്നത് ഇന്ത്യൻ ഓൺട്രപ്രണേഴ്സ് ആയിരുന്നു. ദേ ഫൗണ്ട് ഓപ്പർച്യൂണിറ്റീസ് ടു എക്സ്പാൻഡ്. ഫസ്റ്റ് വേൾഡ് വാറിന്റെ കാലഘട്ടം എടുക്കുകയാണെങ്കിൽ പല രീതിയിലുള്ള ഇന്ത്യൻ ഓൺട്രപ്രണേഴ്സും വരാൻ തുടങ്ങി. എസ്പെഷ്യലി GD ബിർള, സ്വരൂപ് ചന്ദ്, ഹുക്കും ചന്ദ് പോലുള്ളവർ പല രീതിയിലുള്ള ഇൻഡസ്ട്രീസിലേക്കും ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഇന്ത്യൻ ക്യാപിറ്റലിന്റെ ഒരു ഗ്രേറ്റസ്റ്റ് സക്സസ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് കോട്ടൺ ഇൻഡസ്ട്രിയാണ്. ഫസ്റ്റ് വേൾഡ് വാറിന്റെ സമയത്ത് ഫോറിൻ ട്രേഡ് അഥവാ ഫോറിൻ മാർക്കറ്റ് എല്ലാം ഒരു ഡിപ്രസ്ഡ് സ്റ്റേറ്റിലായിരുന്നു. ഇത് ഏറ്റവും കൂടുതൽ യൂട്ടിലൈസ് ചെയ്യപ്പെട്ടത് ഇന്ത്യൻ ഇൻഡസ്ട്രീസ് ആണ്, എസ്പെഷ്യലി കോട്ടൺ ഇൻഡസ്ട്രീസ്. ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം വീണ്ടും ഫോറിൻ മാർക്കറ്റ് റീ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടു. വീണ്ടും 1929കളിലും 1933കളിലും ഗ്രേറ്റ് ഡിപ്രഷനും നമുക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നു. പക്ഷെ ഈ ഒരു സിറ്റുവേഷൻ ഏറ്റവും കൂടുതൽ ബെനിഫിഷ്യൽ ആയത് ഡൊമസ്റ്റിക് മാർക്കറ്റിനാണ്. ഡിപ്രഷൻ ഇയേഴ്സിൽ സാധനങ്ങൾക്കെല്ലാം തന്നെ ലോ പ്രൈസസ് ആയിരുന്നു. സ്വാഭാവികമായിട്ടും ലാൻഡിന്റെ റെലവൻസ് അവിടെ നഷ്ടപ്പെട്ടു. അങ്ങനെ ലാൻഡിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്ന ക്യാപിറ്റൽ ഇപ്പോൾ മാനുഫാക്ചറിംഗ് സെക്ടേഴ്സിലേക്ക് മാറുകയുണ്ടായി. ഇൻഷുറൻസ് ഇൻഡസ്ട്രീസിലും ബാങ്കിങ് ഇൻഡസ്ട്രീസിലെല്ലാം തന്നെ ഇന്ത്യൻസ് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. സെക്കൻഡ് വേൾഡ് വാറിന്റെ സമയത്തും, അതായത് 1939 മുതൽ 1945 വരെയുള്ള കാലഘട്ടത്തിലും ഫോറിൻ എക്കണോമി ഡിക്ലൈൻ ചെയ്തിരുന്നു. അപ്പോഴും ഇന്ത്യൻ ഓൺട്രപ്രണേഴ്സ് ഹ്യൂജ് പ്രോഫിറ്റുകൾ മാനേജ് ചെയ്തിരുന്നു. പിന്നീട് ഇന്ത്യൻ ക്യാപിറ്റൽസ് ക്ലാസ് നാഷണൽ മൂവ്മെന്റുമായിട്ട് ലിങ്ക് ചെയ്യപ്പെട്ടു. നാഷണൽ ലീഡേഴ്സിനും നാഷണൽ മൂവ്മെന്റിനും വേണ്ടിയിട്ടുള്ള എല്ലാ ഫിനാൻഷ്യൽ സപ്പോർട്ടും പിന്നീട് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ പറയുന്ന ഇന്ത്യൻ ക്യാപിറ്റലിസ്റ്റ് ക്ലാസ് ആയിരുന്നു. ഏകദേശം 200 വർഷത്തോളം ബ്രിട്ടീഷുകാർ ഇന്ത്യയെ എക്കണോമിക്കലി എക്സ്പ്ലോയിറ്റ് ചെയ്തിരുന്നു. അത് ഇന്ത്യൻ എക്കണോമിയെ കംപ്ലീറ്റ്ലി റൂയിൻ ചെയ്യുക മാത്രമല്ല ചെയ്തിരുന്നത്, ഇന്ത്യൻ എക്കണോമിയുടെ ബേസിക് ക്യാരക്ടർ വരെ ഓൾട്ടർ ചെയ്യപ്പെട്ടു. കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ, ഗ്രോത്ത് ഓഫ് പോവർട്ടി, ഡിക്ലൈൻ ഓഫ് വില്ലേജ് ഇൻഡസ്ട്രീസ്, റൂയിൻ ഓഫ് ഇന്ത്യൻ ഹാൻഡിക്രാഫ്റ്റ്സ്,
ഡീ ഇൻഡസ്ട്രിയലൈസേഷൻ, ഗ്രോത്ത് ഓഫ് അൺഎംപ്ലോയ്മെന്റ് തുടങ്ങിയവയെല്ലാം ബ്രിട്ടീഷ് എക്കണോമിക് പോളിസീസിന്റെ ഇമ്പാക്റ്റ് ആയിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാം. ഈ എക്സ്പ്ലോയിറ്റേറ്റീവ് നേച്ചറിനെ അന്നത്തെ ഏർലി ഇന്ത്യൻ നാഷണലിസ്റ്റ് ആയിട്ടുള്ള ദാദാഭായ് നവറോജി, MG റാനഡെ, RC ദത്ത് തുടങ്ങിയവർ സ്ട്രോങ്ലി ക്രിട്ടിസൈസ് ചെയ്തിരുന്നു. ദാദാഭായ് നവറോജിയുടെ ഒരു തിയറി ആയിരുന്നു ഡ്രെയിൻ ഓഫ് വെൽത്ത് തിയറി. അദ്ദേഹത്തിന്റെ പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിലായിരുന്നു ഈ തിയറി പ്രൊപ്പോണ്ട് ചെയ്തിരുന്നത്. പോവർട്ടി ഇൻ ഇന്ത്യ അക്കോർഡിംഗ് ടു ദം വാസ് the result of a steady drain of Indian wealth into Britain, a result of British colonial policy. That means there is a constant flow of wealth from India to Britain in the form of the interest that India paid for the foreign debts of East India Company, military expenditure, guaranteed returns on foreign investment in railways and other infrastructure projects, importing all stationery from England, home charges paid for the Secretary of State in Britain, salaries, pensions and training cost of military and civilian staff employed by the British state to rule India തുടങ്ങിയവ വഴി ഇന്ത്യയിൽ നിന്നും പല രീതിയിലും വെൽത്ത് ഡ്രെയിൻ ചെയ്യപ്പെടുന്നു എന്നായിരുന്നു ഈ തിയറിയിൽ പറഞ്ഞിരുന്നത്. ബ്രിട്ടീഷ് എക്കണോമിക് പോളിസീസ് ഇന്ത്യയെ പല രീതിയിലും എക്കണോമിക്കലി എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ വേണമെങ്കിൽ ഒരു ചോദ്യം നമുക്ക് ചോദിക്കാം. ഡിഡ് ബ്രിട്ടീഷ് ട്രൈ ടു മോഡേണൈസ് ഇന്ത്യ? ഇന്ത്യ മോഡേണൈസ് ചെയ്യാൻ അവർ ശ്രമിച്ചിട്ടുണ്ടോ? യെസ്, ബ്രിട്ടീഷ് ഡിഡ് ട്രൈ ടു പാർഷ്യലി മോഡേണൈസ് ഇന്ത്യ. ഇവൻ ദോ അത് സക്സസ് ആണെന്ന് പറയാൻ കഴിയില്ല എന്നുണ്ടെങ്കിലും ദേ ട്രൈ ടു പാർഷ്യലി മോഡേണൈസ് ഇന്ത്യ. പക്ഷേ ഈ മോഡേണൈസേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് വേർ മോട്ടിവേറ്റഡ് പ്രൈമർലി ടു ബെനിഫിറ്റ് ദി മദർ കൺട്രി. ബ്രിട്ടന്റെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടായിരുന്നു ഈ മോഡേണൈസേഷൻ എല്ലാം തന്നെ അവർ ക്യാരി ഔട്ട് ചെയ്തിരുന്നത്. 1947 ഇന്ത്യ ഒരു പ്രീ ഇൻഡസ്ട്രിയൽ സ്റ്റേജ് ഒന്നും അല്ലായിരുന്നു. കൊളോണിയൽ മോഡിൽ നിന്നായിരുന്നു ഇന്ത്യ മോഡേണൈസേഷനിലേക്ക് കടന്നത്. ഇൻഡിപെൻഡന്റ് ഇന്ത്യ embarked on a process of modernization from a colonial mode rather than a traditional mode, which was structurally backward and underdeveloped. ബ്രിട്ടീഷ് കൊളോണിയലിസത്തിന്റെ എക്കണോമിക് ഇഫക്ട്സ് ആയിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട 3 പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് നോക്കാം. 2 മാർക്കിന്റെയും 5 മാർക്കിന്റെയും 10 മാർക്കിന്റെയും ഓരോ വീതം ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ചോദ്യം, എക്സ്പ്ലെയിൻ റൈറ്റ് വാരി റവന്യൂ സെറ്റിൽമെന്റ് സിസ്റ്റം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ഡ്രെയിൻ ഓഫ് വെൽത്ത് തിയറി. Third question, examine critically the various phases of economic policies of British in India from mid-18th century till independence. ഈ ചോദ്യങ്ങളൊന്ന് ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതിന്റെ ആൻസേഴ്സ് അടുത്ത സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക്കാണിത്. MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസും ക്വസ്റ്റ്യൻ ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസും ഈ ഒരു ടോപ്പിക്കിൽ നിന്നും എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഇന്നത്തെ ടോപ്പിക് ഡിസ്കഷൻ എല്ലാവർക്കും ഉപയോഗപ്രദമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ്. ഇനിയും ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് ടോപ്പിക്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.